ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കള്ളനെ പോലെ സ്വന്തം വീട്ടിൽ ഒളിച്ചു കയറി വരാൻ നാണമില്ലേടാ നിനക്ക്? എനിക്ക് കാണുണ്ട് നിന്നെ. ഇറങ്ങിപ്പോ. ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചിട്ട് ഈ വീട്ടുമുറ്റത്തേക്ക് വരുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്ന. പക്ഷെ എനിക്ക് എന്റെ അച്ഛനൊന്ന് കാണണമെന്ന് തോന്നി. അച്ഛൻ എന്തു പറ്റി? എന്റെ അറിവിൽ രാഘവേട്ടന് ഒരു കുഴപ്പമില്ല. ഇനി നീയായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. അതല്ല, അച്ഛനെന്തോ കുഴപ്പമുണ്ട്. എനിക്കെന്ത് കുഴപ്പമുള്ളേ? അല്ല, കഴിഞ്ഞ ദിവസം രാത്രി വഴിയിൽ വെച്ച് അച്ഛനെ ഞാൻ കണ്ടുമുട്ടിയത് ഓർമ്മയില്ലേ? പപ്പി അച്ഛനെ രക്ഷപ്പെടുത്തിയ ദിവസം. അന്ന് എനിക്ക് അച്ഛനോട് ചോദിക്കാൻ പറ്റിയില്ല അച്ഛൻ എങ്ങനെ അവിടെ എത്തിയെന്ന്. എടാ, അതെനിക്ക് അറിയാൻ പാടില്ലടാ. അകത്തോടെ ഞാനങ്ങനെ അവിടെ എത്തിയെന്ന്. അല്ല, അതെങ്ങനെ ആയിരിക്കും ഞാൻ അവിടെ എത്തിയേ? എന്നോടാണോ ചോദിക്കുന്നേ? രാത്രി മുഴുവൻ ഓടി നടന്നതിന് ശേഷം പാതിരാത്രി പപ്പയും കൊണ്ട് നിങ്ങൾ കയറി വന്നപ്പോ ഞാൻ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചല്ലേ? അല്ല, അത് പാമേ, അപ്പോഴും നിങ്ങൾ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞില്ലല്ലോ. അത് പാമേ, അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അച്ഛൻ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. അത് അച്ഛൻ ഈ പുറത്തൊക്കെ രാത്രി ഇറങ്ങി നടക്കണതേ ഓർമ്മക്കുറവുകൊണ്ടാ. എടാ, നീ പറയുന്നൊരു അസുഖം എനിക്കില്ല. ചില സമയത്ത് പലതും ഓർക്കുന്നില്ല, അത്രേ ഉള്ളൂ. അല്ല, അതെന്നെ അച്ഛന്റെ പ്രശ്നം. ഇനിയിപ്പോ അത് കൂടി വരുള്ളൂ അച്ഛ. ഇനിയിപ്പോ അത് കൂടിക്കഴിഞ്ഞാൽ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു പേടി. അല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ടേ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. ഓ, നിന്റെ ഉപദേശത്തിന് നന്ദി. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് നിന്നെ തിരക്കി പോലീസിന് ഇവിടെ കയറ്റി ഇറക്കരുത്. മനസ്സിലായി? ഞാൻ ഇറങ്ങിപ്പോക്കോളാം. പക്ഷെ ഞാൻ നിരപരാധിയാ. എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് എന്റെ അമ്മയുടെ അച്ഛന്റെ മുന്നിൽ ഞാൻ വരൂ. അതുവരെ എന്നെ ഒരു ശത്രുവായിട്ട് കാണാതെ ഞാൻ പറഞ്ഞ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. അച്ഛൻ, ഞാൻ പോവാ. മക്കളെ, സുബേർക്ക, പോവാ. എടാ മോനെ, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അത് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ മോൻ ഒരു പ്രാവശ്യം പോലീസ് ഇവിടെ കയറി ഇറങ്ങിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. പാമേ,